ഇതിന് ഡാൻസ് മാസ്റ്റർ ഹൈദരാബാദിൽ നിന്നായിരുന്നു. അപ്പൊ പുള്ളി മൈക്കിൽ നിന്ന് ഹീറോയിൻ എന്നൊരു മൈക്കിലാണ് ചെയ്യും. അപ്പൊ നമ്മള് ഭയങ്കര ഹീറോയിൻ നമ്മളിങ്ങനെ ഈ അംബാൻ എന്ന് പറഞ്ഞ പേരിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് ആ ഒരു പേര് പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതൊന്ന് മാറ്റി പിടിക്കണം? അമ്മയുടെ പേര് ഉഷ എന്നായതുകൊണ്ട് അമ്മയ്ക്ക് ആ അവസാനത്തെ ലെറ്റർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ മക്കളുടെ രണ്ടുപേരും എ വെച്ച് തുടങ്ങണം. ഇത് ഐശ്വര്യ അനശ്വര. അപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് ചില സമയത്ത് സീൻസൊക്കെ കണ്ടിട്ട് ഫാദർ തന്നെ വിളിച്ചിട്ട് എന്നോട് പറയും നന്നായി ചെയ്തിട്ടുണ്ട്. അത് പറയുമ്പോൾ വലിയ സന്തോഷം. കാരണം ആ ഒരു ഉദ്ദേശിച്ച തരത്തിലുള്ളൊരു ചെയ്യാൻ പറ്റിയെന്നുള്ളത്. നമസ്കാരം. പൈങ്കിളി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ അഭിനേതാക്കൾ നമ്മളോട് ഇന്ന് നമുക്ക് സ്വാഗതം ചെയ്യാം. അബൂക്ക, അനശ്വര ചേച്ചി, സജിൻ ചേട്ടൻ ആൻഡ് ജിസ്മ ചേച്ചി. നമസ്കാരം. പൈങ്കിളി ഇതാണ് സിനിമയുടെ ഒരു പേര് തന്നെ. ആ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അറിയാം. എനിക്ക് തോന്നിയതാണ് ഒരു ചെമ്പരത്തിപ്പൂ. അത് റിഫറൻസസ് നമ്മൾ മലയാള സിനിമയിൽ ഒരു വട്ട് എന്ന് പറയാം. ഈ സിനിമയിൽ എനിക്ക് തോന്നിയത് ചേച്ചിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഒരു ബ്രെയിനിൽ എന്തോ ലൂസായിട്ട് എനിക്ക് ട്രെയിലറിൽ തോന്നിയതായിരിക്കും. ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നിയതാണ് ചേച്ചിക്ക് ഇച്ചിരി കൂട്ടത്തിൽ ഇച്ചിരി കുറവാണ്. ആ ശരി അപ്പൊ എല്ലാവർക്കും പട്ടാത് തന്നെ. എല്ലാവർക്കും ഒരു ചെറിയൊരു ഇച്ചിരി ലൂസായിട്ട്. ഓ അങ്ങനെ. പിന്നെ എനിക്ക് അതെ, കാരണം വെച്ചാൽ സിനിമയുടെ പാട്ടിലും അല്ലാതെ ട്രെയിലറിൽ ഇടയ്ക്കുള്ള സീൻസിലൊക്കെ പണ്ട് നമ്മൾ പറയില്ലേ, ഈ നമ്മൾ പ്രണയിക്കുന്ന ആളെ കാണുമ്പോൾ ആളുകൾ വയലിൻ വായിക്കുന്നു, പൂമ്പാറ്റകൾ വരുന്നു, അങ്ങനത്തെ ഒരു ഇത് കാണുന്ന ശരിക്കും വിഷ്വലി അത് കാണിക്കുന്നുണ്ട്. അത് ഷൂട്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ചേച്ചി സ്റ്റാർട്ട് ചെയ്ത്. നമ്മള് ഒരു അവസാനൊക്കെ ഷൂട്ട് ചെയ്ത് കുറച്ചൊന്ന് തീരാറാവുന്ന സമയത്താണ് നമ്മൾ ഈ സോങ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. എല്ലാരും ഒന്ന് സിങ്ക് ആയി, ഒന്ന് എല്ലാരും കമ്പനി ആയി, ഭയങ്കര കംഫർട്ട് സോണിലാണ് നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഇതിന് ഡാൻസ് മാസ്റ്റർ ഹൈദരാബാദിൽ നിന്നായിരുന്നു. അപ്പൊ പുള്ളി മൈക്കിൽ നിന്ന് ഹീറോയിൻ എന്നൊരു മൈക്കിലാണ് ചെയ്യും. അപ്പൊ നമ്മള് ഭയങ്കര ഹീറോയിൻ എന്നൊക്കെ പറഞ്ഞ നമ്മളിങ്ങനെ ഹീറോ എന്ന് പറയണ്ട, ആ പേര് വിളിച്ചാൽ മതി എന്ന് പറയും. തിരിഞ്ഞോക്കളാരും ഹീറോ വിളിച്ചിട്ട് ഞാനും തിരിഞ്ഞോക്കണില്ല, ഹീറോ. അപ്പൊ അങ്ങനെ ഭയങ്കര കംഫർട്ടായി. പിന്നെ ഈ കുമിള നമ്മൾ അങ്ങനത്തെ ഒരു പാട്ട് സംഭവം ഇതേപോലെ തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ, മറ്റേ നമുക്ക് വേറെ ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുള്ളവരെല്ലാം ഡാൻസ് കളിക്കും. അതെ, അത് തന്നെ. നമുക്ക് ശരിക്കും നമ്മളത് പറയും, അല്ല നമ്മള് കാഷ്വലി നമുക്ക് ഉണ്ടാവും. പക്ഷെ ഇതിൽ ശരിക്കും അത് കാണിച്ചു. വേറൊരു രസം എന്ന് പറഞ്ഞാൽ സോങ് ഇല്ലാതെയാണ് ഷൂട്ട് ചെയ്തത്. സോങ് ഇല്ലാതെ നിങ്ങൾ അല്ലാതെ ഷൂട്ട് ചെയ്ത് വേറെ ഒരു മ്യൂസിക് വേറൊരു റെഫറൻസ് മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല കാണാനും നല്ല രസമുണ്ടായിരുന്നു. എല്ലാരും ഭയങ്കര രസമായിരുന്നു. ഒരു കുമിള, ഒരു ഫുള്ളും സാരി, നല്ല മറ്റേ സെറ്റ് സാരി കൊടുത്ത ചേച്ചിമാരും വെറൈറ്റി ഡ്രസ്, ആ ഔട്ട്ഫിറ്റ് നല്ല വെറൈറ്റി ആയിരുന്നു. ചെറിയൊരു ഫാന്റസി പറക്കുവാണല്ലോ. അത് തന്നെ. ഈ ടൈറ്റിലില് എഴുതി കാണിച്ചതിൽ തന്നെ ഒരു ചെമ്പരത്തി, അങ്ങനെ നല്ല കുറച്ച് നാളായിട്ട് കണ്ടതിൽ ടൈറ്റിലിൽ എഴുതി കാണിച്ചതിൽ റിട്ടേൺ ഇൻ ദ ഫോണ്ട് നല്ല വെറൈറ്റി ഉള്ളൊരു സംഭവമായിരുന്നു. പിന്നെ ചേച്ചിയുടെ ഫസ്റ്റ് ചോദിക്കുമ്പോൾ തന്നെ ആദ്യം സിനിമയിൽ വന്ന സമയത്ത് യു ആർ കോൾഡ് ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ്, ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം ആക്ട്രസ് ആണ്. ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് ചേച്ചി നോക്കിക്കാണുന്നത്? ട്രാൻസിഷൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ആദ്യത്തെ സിനിമയിൽ നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോഴും നല്ല കഥാപാത്രങ്ങൾ തേടിയപ്പോൾ ഒരുപാട് സന്തോഷം. അതെ, എനിക്ക് തോന്നുന്നു ഭയങ്കര പാടാണ് നമ്മളിങ്ങനെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ അത് നമ്മളിങ്ങനെ അതൊരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജ് കഴിയുമ്പോൾ അങ്ങനെ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കറക്റ്റായിട്ട് അത് സെറ്റ് ആയി. ഇപ്പം നേരാണെങ്കിലും മറ്റേ രേഖാചിത്രമാണെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം പൈങ്കിളി ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്. എങ്ങനെ ഈ സിനിമയിലേക്ക് എന്റെ കഥ കേട്ടപ്പോഴേക്ക് എങ്ങനെയായിരുന്നു ഫസ്റ്റ് അപ്രോച്ച്? എങ്ങനെയായിരുന്നു? എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലമുറയിൽ ഇവരുടെ കൂടെ ഇവരുടെ ഈ പൈങ്കിളിയായിട്ട് കൂടെ നിൽക്കാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പം അത് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റിൽ പറഞ്ഞു, പിന്നെ ഡയറക്ടറും പറഞ്ഞു ഇങ്ങനെ സജിൻ്റെ ഫാദറായിട്ടുള്ള ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ കൂടുതൽ സന്തോഷം. സുഗുവിൻ്റെ അച്ഛൻ സുജിത് കുമാർ, അതാണ് സുജിത് കുമാർ. അതെ, സുഗു സുജിത് കുമാർ അല്ലേ? നല്ല സുഗു ചേട്ടന് വട്ടാണ് ശരിക്കും ആ സിനിമയില്. അല്ല, അത് ശരിക്കും ഉണ്ട്. കാരണം ആ ഒരു പേര് ആ ക്യാരക്ടറിന് മാച്ച് ആവുന്നുണ്ട്. നല്ല രസമായിട്ട്. എനിക്കൊന്ന് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ, തൊട്ട് മുമ്പത്തെ ഇന്റർവ്യൂവിൽ ഞാൻ ചേട്ടനെ കണ്ടപ്പോൾ ബേസ് ലൈനിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇത്രയും നാളുള്ള സിനിമയിൽ മൊത്തം ആള് സിഗ്മയായിരുന്നു, പെൺപിള്ളേര് വേണ്ട എന്നുള്ള മട്ടില്. പിന്നെ എന്നോട് അന്നേ പറഞ്ഞു ഒരു സിനിമ വരുന്നുണ്ട് പൈങ്കിളി,
അത് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ഉള്ളത് മൊത്തം കാണിക്കുന്നു പറഞ്ഞു. എങ്ങനെയാ സിനിമയുടെ ഷൂട്ടിംഗ് മൊത്തത്തിൽ ഇത്രയും നാളും ചെയ്ത ക്യാരക്ടേഴ്സ് എൻറ്റയർലി ഡിഫറെന്റ് ആണല്ലോ ട്രെയിലറിൽ. എങ്ങനെയാ അത് എൻജോയ് ചെയ്തിരുന്നോ? അടിപൊളിയായിരുന്നു. ഷൂട്ട് ആലുവയിലായിരുന്നു. എൻ്റെ വീട് ആലുവയിലാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അത് എനിക്കറിയാം. അപ്പോൾ അത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. കാരണം എൻ്റെ നാട്ടിലെ കുറച്ച് ലാംഗ്വേജ് നല്ല രീതിയിൽ പറയാൻ എനിക്കറിയാം. അങ്ങനത്തെ നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഭയങ്കര കംഫർട്ടായിട്ട് ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഞാനിപ്പോൾ പൊന്മാനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് പ്രൊജക്റ്റ് ഇങ്ങനത്തെ ഒരു കാര്യം വരുന്നതും. പൊന്മാൻ കഴിഞ്ഞതിന് ശേഷമാണ് വെയിറ്റൊക്കെ കുറച്ച് സുഖൂലേക്ക് വരുന്നത്. അപ്പോൾ ഇതിന് വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഞാൻ നായകനാവുന്ന സിനിമയാണെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ ക്യാരക്ടറുകളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നു. അപ്പോൾ അതിൽ നായികമാരായിട്ട് 2 പേരെ കിട്ടുന്നു. അതുപോലെ അച്ഛനായിട്ട് അബൂക്ക, അതുപോലെ തന്നെ ജോസ് ഉണ്ട്, ചന്തു. അതെ അതെ അത് തന്നെ അനശ്വരനും ജിസ്മേനെ കിട്ടി ഫസ്റ്റ്. അപ്പോൾ അത് എല്ലാം കൊണ്ട് ഭയങ്കര ഫൺ എന്റർടൈനർ സിനിമയാണ്. അതിൻ്റെ ഒരു ഭാഗം പറ്റിയുള്ള സന്തോഷം. ജിത്തോണ് സ്ക്രിപ്റ്റ്, ശ്രീധരൻ ഡയറക്റ്റ് ചെയ്യുന്നു, പാതുക പ്രൊഡ്യൂസ് ചെയ്യുന്നു, ജസ്റ്റിൻ വർഗീസ് മ്യൂസിക്. 8 പാട്ടുണ്ട്, 2 പാട്ട് ഇന്നലെ ഇറങ്ങി. എല്ലാം കൂടെ ഒറ്റ ഇക്ക എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ നമ്മളുടെ സോഴ്സ് ഓഫ് വിക്കിപീഡിയ നമ്മൾ നോട്ട് ആർട്ടിക്കിൾസ് ഒക്കെ നോക്കുമല്ലോ. 1978 തൊട്ടേക്ക് ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് 76 മുതൽ. അത് ഒരുപാട് വർഷമായിട്ടുണ്ട്. 45 വർഷമായി. ഇപ്പൊ ഇന്ന് ഈ ഒരു സിനിമ വരെ നിൽക്കുമ്പോൾ ഇക്കനെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആക്ടർ എന്നതുപോലെ തന്നെ ഒരു ബോഡി ബിൽഡർ ആയിട്ടൊക്കെ നമ്മളെല്ലാവരും കാണുന്ന ഒരു സംഭവമാണ്. എങ്ങനെ പറ്റുന്നു ലൈക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ? കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ മാത്രം ഫസ്റ്റ് ഒരാഴ്ച ജിമ്മിൽ പോയി നിർത്തുന്ന ആൾക്കാരാണ് പലരും. എങ്ങനെ ലൈക്ക് വാട്ട് ഈസ് ദ കീ സീക്രട്ട് ദാറ്റ് യു ആർ മെയിൻറ്റെയിനിങ്? അതാണ് മെയിൻ കാര്യം. അതായത് അത് ജീവിതത്തിൽ നമ്മുടെ ഒരു ഭാഗമായിട്ട് തന്നെ അങ്ങോട്ട് എടുത്ത് അത് ദിവസം നമുക്ക് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ വല്ല ഫീലിംഗ് ആണ്. അപ്പം അഥവാ വല്ല കാരണവശാലും ഷൂട്ടിങ് കാരണം യാത്ര കാരണമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യും. അധികം ആൾക്കാർക്കും പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം ഗ്യാപ്പ് വരുമ്പം പിന്നെ ഇനി അടുത്ത ആഴ്ച തുടങ്ങാം, അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസം തുടങ്ങാം. അത് ചിലപ്പോൾ അടുത്ത കൊല്ലത്തേക്കാവും. അത് വിട്ടുകൊണ്ട് നമുക്ക് എപ്പോഴാണ് സൗകര്യം കിട്ടുന്നത് അപ്പോൾ വർക്കൗട്ടും ചെയ്യുക. അതിൻ്റെ അനുസരിച്ചുള്ള ന്യായമായ ഭക്ഷണവും കഴിക്കുക. ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചുകൊണ്ട് ആവശ്യത്തിനുള്ള വ്യായാമം ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് ശരീരത്തിൽ നമുക്ക് അതാണ് ഏറ്റവും വലുത് എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുപോകാൻ കഴിയും. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഇക്കൊക്കെ ഷൂട്ട് വരുമ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് രാവിലെ 6:30 സെറ്റിൽ വരുന്നത്. അല്ലേ ശരിക്കും എനിക്ക് വളർന്നു വരുന്ന ഒരു തലമുറയെ നോക്കുകയാണെങ്കിൽ ചേട്ടൻ അത്യാവശ്യം നല്ലപോലെ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതാണ്. കാരണം പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, പെട്ടെന്നാണ് വണ്ണം കുറയ്ക്കുന്നതും കൂട്ടുന്നതൊക്കെ. നമ്മുടെ അമ്പാലിൽ കണ്ട വണ്ണം ആയിരിക്കില്ല ഇതിനകത്ത്. ഇനി എന്താണ് ഇനി കൂട്ടാനാണോ കുറയ്ക്കാനാണോ പ്ലാൻ? അക്കോർഡിംഗ് ടു സിനിമ അല്ല അങ്ങനെയല്ല. അതിപ്പോൾ ഇപ്പൊ ചെയ്തത് തടിയുള്ളത് കുറച്ചിട്ട് അത് കൂട്ടലും കുറക്കലും അങ്ങനെയുള്ളത് അത് ചെയ്യൽ കുറച്ച് ദോഷമാണ്. ശരീരത്തിന് നമ്മുടെ ആ സിസ്റ്റം കംപ്ലീറ്റ് മാറി അത് വല്ല ദോഷങ്ങളും അതിലുണ്ടാവും. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കിത് മറ്റേന്ന് പറഞ്ഞ ഒരു നായകനാവുമ്പം മറ്റേ ആ ഒരു സൈസൊക്കെ ഉണ്ടെങ്കിൽ ആ വില്ലനിസം അപ്പോൾ നിൽക്കും അവിടെ. അതിപ്പോൾ ശ്രീധരൻ ഇത് പറയുമ്പോൾ തന്നെ സുഖു ഇങ്ങനെ ആയിരിക്കണം. സുഖു ഇത്രയും വെയിറ്റിലായിരിക്കണം. ഈ പറഞ്ഞ ഇങ്ങനെ ഇരിക്കണം. നിന്റെ പഴയ ചാനലിലൊക്കെ നീ ഉണ്ടായിരുന്ന ആ സൈസിലേക്ക് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് കറക്റ്റായിരിക്കും അത് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് പിന്നെ ക്യാരക്ടർ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഉണ്ടായത്. എനിക്ക് എത്ര കഷ്ടപ്പെട്ട് വലിച്ച് പിന്നെ ഞാൻ വീട്ടിൽ പണ്ടം വെച്ച് എന്ത് കാര്യമായിരിക്കും. അപ്പൊ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ശരിക്കും നല്ലോണം കുറഞ്ഞു. അത് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കുറഞ്ഞു. ആള് നല്ല ചേഞ്ച് ആയി അതിന്. അപ്പൊ അത് കഴിഞ്ഞ് ആ പടം കഴിഞ്ഞ് സുഖം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞു. നോർമൽ എന്റെ അവസ്ഥയിലേക്ക് വരുന്നു. അതിൽ നിന്ന് കുറച്ചുകൂടി ഇപ്പൊ ശരിക്കും. അതെ ചേച്ചി കുറേ നാളായിട്ട് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഫേസാണ്. ആൻഡ് ഫൈനലി യുവർ ഓൺ ദി ബിഗ് സ്ക്രീൻ. ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ TV ഷോസും കാര്യങ്ങളൊക്കെ ഈവൻ ഫ്ലവേഴ്സ് TVയുടെ ചാനലാണ് ഇപ്പോൾ ചേച്ചി ഒരുപാട് നാളും ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെ ആ ഒരു ജേർണിനെ നോക്കിക്കാണാം? വാട്ട് ഡു യു ഫീൽ റൈറ്റ് നൗ? ബിഗ് സ്ക്രീനിൽ കാണാൻ പോവാണ്. സോ വാട്ട് ഡു യു ഫീൽ? ഒരു 11-12 വർഷത്തെ ജേർണിയാണ്. അപ്പോൾ ചാനൽസിൽ കുറേ ചാനൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ വരുമായിരിക്കും. ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സിലൊരു ഷോയിൽ ചെയ്തിട്ടുണ്ട്. ഉപ്പുമുളകും പോലൊരു ഷോ ഉണ്ടായിരുന്നു, ഒരു മോർണിംഗ് ഷോ. അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാള്. അങ്ങനെ വേറെ കുറേ ചാനൽസിൽ മഴവില്ലിൽ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ചാനൽസിൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്ന ജോബ്സ് എല്ലാം ചെയ്യാന്നുള്ളതാണ്. ഡയറക്ഷൻ അസിസ്റ്റിങ്, കോസ്റ്റ്യൂം അസിസ്റ്റിങ്, ആർട്ടിൽ അസിസ്റ്റിങ്, പല സമയങ്ങളിലായിട്ട് അങ്ങനെ പല മേഖലകളിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ടുണ്ടായ എക്സ്പീരിയൻസ് എനിക്ക് എല്ലാ മേഖലകളിലും
സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാ മേഖലകളിലും ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ. അത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. യൂട്യൂബിലേക്ക് ആണെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു വലിയ കോൺട്രിബ്യൂഷൻ നമ്മളുടെ പ്രൊഡക്ഷനിലേക്ക് വരുന്നുണ്ട്. ദാറ്റ് ഇസ് ബിക്കോസ് എനിക്ക് ഇത്രയും വർഷങ്ങളിൽ എനിക്കത് പഠിക്കാൻ പറ്റിയെന്നുള്ളത് കൊണ്ടാണ്. വേറൊരു ഏരിയയിൽ വർക്ക് ചെയ്തിട്ടായിരുന്നു വരുന്നതെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ച് എടുക്കാൻ പറ്റില്ലല്ലോ. അതൊരു അങ്ങനെ ഇപ്പോൾ നമ്മൾ മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള വില്ലൻ വേഷങ്ങളിലോട്ട് വരികയാണെങ്കിൽ ചില വില്ലന്മാരുണ്ടാവും, പാവം വില്ലന്മാരായിരിക്കും. അവർ പൊതുവെ അത്ര ഇത് എക്സ്ട്രാ പുറത്തിങ്ങനെ കാണിക്കുമെങ്കിലും അവരുള്ളിൽ ഭയങ്കര പാവമായിരിക്കും. അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം കണ്ട വില്ലനാണ് അംബാൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ. അത് വില്ലൻ അല്ല, ചില ഒരു നെഗറ്റീവ് ഷെയ്ഡ്, ഭയങ്കര പുറത്ത് ഇത് ഹാർഡായിട്ട് കാണിക്കുമെങ്കിലും ഒരു ഗുണ്ട ഷെയ്ഡ് കാണിക്കും, പക്ഷെ എന്നാലും ഉള്ളിൽ പാവാണ്. അതുപോലുള്ളൊരു സോഫ്റ്റിയാണ് പല ക്യാരക്ടറും അബൂക്ക ചെയ്തിട്ടുള്ള പല പല ക്യാരക്ടർ. അപ്പം നിങ്ങൾ രണ്ടുപേരും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യം പറയണമെന്ന് തോന്നി. ആൻഡ് ഈ അംബാൻ എന്ന് പറഞ്ഞ പേരിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ആ ഒരു പേര് പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതൊന്ന് മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം പേരിനെ പറ്റി അറിയപ്പെടണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് എത്തിയതാണ് സിനിമയിൽ. ഞാൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പോകുമ്പോൾ പോസ്റ്റർ കാണാൻ, ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വന്ന വഴിക്ക് പൊന്മാൻ്റെയും ഭയങ്കരയുടെയൊക്കെ പോസ്റ്റർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തൊരു കഥാപാത്രത്തിൽ അറിയപ്പെടുക എന്നൊക്കെ പറഞ്ഞ പണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഭയങ്കര ലെജൻഡ് ആർട്ടിസ്റ്റുകൾമാർ ഇപ്പോഴും അവരുടെ അവർ ചെയ്ത പടത്തിന്റെ ഒക്കെ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് പലരും. നമുക്കറിയാമായിരിക്കുമല്ലോ, നമുക്കറിയാം. അപ്പൊ അതുപോലെയൊക്കെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട്. അതിലൊരു തെറ്റുമില്ല. ഇനിയിപ്പോൾ അത് ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ നല്ല സിനിമകൾ ആളുകൾ കാണുന്ന സിനിമ ചെയ്യാന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നല്ല സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ക്യാരക്ടറായിരിക്കും പറയുന്നത്, ഭയങ്കര ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ സുഖമായിരിക്കാം, ചിലപ്പോൾ ഇനിയിപ്പോൾ മരിയാനും ആയിരിക്കാം. ഇത് കഴിയുമ്പോൾ ഏതൊക്കെ ചെയ്യാന്നുള്ളത് അത് നമ്മൾ പെർഫോം ചെയ്യുന്ന പോലെ ഇരിക്കും എല്ലാ കാര്യങ്ങളും. എന്തായാലും അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. അതെ, ചേച്ചിയുടെ ഒരു പേരിലേക്ക് വരുമ്പോൾ അനശ്വര രാജൻ, ലൈക്ക് നമ്മൾ പറയുമ്പോൾ തന്നെ ആ ഒരു ഫ്ലോയിലെ ഫുൾ നെയിം അങ്ങ് പറഞ്ഞു പോവാ. ഈ പേരിട്ടതാരാ ശരിക്കും? പേരിട്ടതാരാ? ലൈക്ക് നമുക്ക് പറയും, നമ്മൾ പൊതുവേ നമ്മൾ പറഞ്ഞില്ലേ സിനിമയിൽ വരുമ്പോൾ പേര് മാറ്റുക അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ അതൊന്നുമില്ല. യുവർ നെയിം ഇസ് ആസ് പ്ലെയിൻ ഇസ് ദാറ്റ്, അനശ്വര രാജൻ എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് പോവാ. സോ ആ പേര് ആ ഒരു ഇതിലേക്ക് വന്നത് എങ്ങനെയാണ്? പേര് അമ്മ പറഞ്ഞേക്കുന്നത് എന്റെ കസിൻ സിസ്റ്റർ ആണ് പേരിടുന്നത്. അമ്മയുടെ പേര് ഉഷ എന്നായോണ്ട് അമ്മയ്ക്ക് ആ അവസാനത്തെ ലെറ്റർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ മക്കളുടെ രണ്ടുപേരും എ വെച്ച് തുടങ്ങണം എന്ന് വെച്ചാൽ ഐശ്വര്യ അനശ്വര. അങ്ങനെ അപ്പൊ കസിനാണ് സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും പേരിന്റെ ഇത് പറഞ്ഞു, പക്ഷെ ജിസ്മ എന്ന് പറഞ്ഞ പേര് പറയുമ്പോൾ നമുക്ക് ജിസ്മ വിമൽ ആ ഒരു ഭാഗം ഒഴിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അത്രയും നമുക്ക് എല്ലാവർക്കും മനസ്സിൽ പതിഞ്ഞ ഒരു കപ്പിളാണ് നിങ്ങൾ രണ്ടുപേരും. സോ ഹൗ മച്ച് ഓഫ് സപ്പോർട്ട്, അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ഒരു ജേർണിയിൽ ഹി വാസ് ദെയർ, എപ്പോഴും ഹസ്ബൻഡ് ലൈക്ക് ആള് കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഇത് എന്തായാലും വാലന്റൈൻസ് ഡേ ഈ സിനിമ ഇറങ്ങാൻ പോകുന്നത്. സോ യു കാൺട്ട് എക്സ്ക്ലൂഡ് ദറ്റ് നെയിം ഫ്രം യുവർ പാർട്ട്. അബൌട്ട് ഹിം രണ്ട് വാക്കിലൊന്നും തീരില്ല. സത്യം, അങ്ങനെ രണ്ടു വാക്കിലൊക്കെ പറയണം. അതൊരിക്കലും ഓക്കെ, അബദ്ധം പറ്റിപ്പോയി എന്നാ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. അങ്ങനെ സമയം എടുത്ത് പറയാനും പറ്റൂല. നമ്മള് ചേച്ചി പറയൂ. അല്ല, നമ്മളിങ്ങനെ രാവിലെ ഒരു മോർണിംഗ് വാക്കിന് നടന്നിങ്ങനെ പോവാണെന്ന് വിചാരിക്കുക. ഞാൻ അങ്ങനെയാണ് സിനിമയുടെ അടുത്തേക്ക് എത്തണേ. നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. വിമല് വന്നപ്പോ അത് പതിയെ ജോഗിങ് ആയി. ഇപ്പൊ ഞങ്ങൾ സ്പ്രിന്റ് ചെയ്തോണ്ടിരിക്കുക സിനിമയുടെ അടുത്തേക്ക്. അപ്പം ഇതിൽ ഈസിലി എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. എപ്പോഴും നമ്മുടെ പാർട്ട്ണറിന്റെ ഒപ്പം ഒരു സംരംഭം കൊണ്ടുപോവുക എന്ന് പറയണത് കുറച്ച് ടഫാണ്. പക്ഷെ അതേസമയം നമുക്കത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും അടിപൊളി. അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ എൻ്റെ ലക്കാണ് വിമൽ. ഓക്കെ, നിങ്ങൾ കോളേജ് പ്രൊമോഷൻസിനൊക്കെ പോകാറുണ്ടല്ലോ. ചേച്ചി ആക്ച്വലി തൃക്കാക്കര ഭാരതമാതാ കോളേജ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഞാനിവിടെ പഠിച്ചപ്പോൾ ഞാൻ കണ്ടായിരുന്നു. ലൈക്ക് കോളേജ് പ്രൊമോഷൻസ് ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ടോ പോകുന്നതൊക്കെ? നല്ല വൈബല്ലേ, നേരിട്ട് നമുക്ക് റിയാക്ഷൻസ് കിട്ടുള്ളൂ. നമ്മൾ പോയി ഡാൻസ് കളിക്കുന്നു, പൊളിക്കുന്നു, അവരായിട്ട് ചിന്തിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന പോലെയല്ല, അവിടെ പോയി മൊത്തം പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് നമ്മൾ പേരൊക്കെ വിളിക്കുമ്പോൾ ആൾക്കാർ കൈയൊക്കെ അടിച്ച് ഭയങ്കര വൈബ്. അത് കാരണം പോയി അവിടെ ചെന്ന് നിൽക്കുമ്പോഴേക്കും പോസിറ്റീവ്, ഭയങ്കര പോസിറ്റീവ് വൈബ്. കാരണം നമുക്ക് നമ്മളോടുള്ള സ്നേഹം ഡയറക്റ്റ് ഫീൽ ചെയ്യും. ആക്ച്വലി അവരെന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ ആർട്സ് ഡേ അല്ലെങ്കിൽ കലോത്സവം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, നമ്മൾ അതിന്റെ നമ്മുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ പടത്തിനെ പറ്റി ഷെയറും ചെയ്യുന്നു. പിന്നെ അവരായിട്ട് ഇന്ററാക്ഷൻ സെക്ഷൻ പാട്ടുകൾ ഭയങ്കര രസമാണ്, ഭയങ്കര ലൈവാണ്, ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ, ഈ സിനിമയിൽ മെയിൻലി ഒരു 8 പാട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? ആ പാട്ട് ത്രൂ ഔട്ട് സിനിമയിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് BGM ഒക്കെ പോകുന്നുണ്ട്. ഹൗ മച്ച് ഓഫ് എൻ ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ പാട്ടിനുള്ളത്? കാരണം ആ വരികളൊക്കെ നല്ല പൈങ്കിളി ക്രിഞ്ച് എന്നൊക്കെ പറയുന്ന ആ സംഭവം തന്നെ എത്തി. സോ എന്തൊരു പാട്ടിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട്. 8 പാട്ടുണ്ട് പടത്തിൽ. ഇപ്പൊ 2 ഇറങ്ങിയില്ലേ? ഇതുപോലെ തന്നെ ഇതിലും മേളിൽ വരുന്ന കിള്ളം പാട്ടുകൾ വേറെ കുറെ ഇഷ്ടം പോലെ.
അപ്പോൾ ഈ സിനിമയിലേക്കുള്ള ഒരു കോൾ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ പ്രൊഡക്ഷൻ തന്നെ ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് തന്നെ. അപ്പോൾ അതിനോടുള്ളൊരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയായിരുന്നു? ചേട്ടനും പിന്നെ ഫാസിൽ നമ്മുടെ സ്വന്തം രംഗാണ്, സ്വന്തം ആളാണ്. പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇവരുടെ അടുത്ത് ചോദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് പടത്തിന്റെ ഹൈലൈറ്റിലെ മെയിൻ ഒന്ന് ജിതു ചേട്ടൻ സ്ക്രിപ്റ്റ് ആൻഡ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിപ്പം ആൾക്കാരും അതിനകത്ത് സംതിങ് എന്നൊരു ഇത് തോന്നുന്നത് അതാണ്. ആള് ചൂസ് ചെയ്യുന്ന ഫിലിംസ് ആയാലും ആള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിംസ് ആയാലും ദർ ഷുഡ് ബി സംതിങ് ഇൻ ഇറ്റ് എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ആൾക്കാർക്ക് അത് ഈ പടം പോസ്റ്റേഴ്സ് കണ്ടപ്പോഴും ആ പേര് കേട്ടപ്പോഴും ഉള്ള ഒരു ക്യൂരിയോസിറ്റി തന്നെയായിരുന്നു എനിക്കും. ഈ പടത്തിനകത്ത് ഇന്നാവുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റും അത് തന്നെയായിരുന്നു. പിന്നെ അതേപോലെ ശ്രീധേട്ടൻ ഇപ്പം ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, കുറെ പടത്തിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അമ്പിളി പോലുള്ള സിനിമകളിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം മഹേഷിന്റെ പ്രതികാരം, പിന്നെ ആവേശത്തിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ ആളെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായ ആള് ഒരു ആക്ടറും കൂടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല ടെക്നീഷ്യൻസ് എന്റെ കൂടെ വർക്ക് ചെയ്യുക, അതേപോലെ നല്ലൊരു കാസ്റ്റ് അവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് എനിക്ക് പടത്തിൽ ഭയങ്കര എക്സൈറ്റിംഗ് ഒരു ഫാക്ടറായിരുന്നു. ജിത്തു വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ്. ജിത്തു ചേട്ടൻ, അതെ, ജിത്തു ചേട്ടൻ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ആണ്. സോ നല്ലൊരു പ്രൊഡക്ഷൻ കിട്ടി, നല്ലൊരു റൈറ്റർ, നല്ലൊരു ഡയറക്ടർ. ആവേശം ടീം നേരിട്ട് ആ ഒരു ടീമിൻ്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി. പിന്നെ അതിൽ പറഞ്ഞ ഒരു എന്താ പറയുക, ആ ക്യാരക്ടറുണ്ട് അതിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഫഹദ് കൂടി തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് ചില സമയത്ത് സീൻസൊക്കെ കണ്ടിട്ട് ഫഹദ് തന്നെ വിളിച്ചിട്ട് എന്നോട് പറയും നന്നായി ചെയ്തിട്ടുണ്ട്. അത് പറയുമ്പോൾ വലിയ സന്തോഷം, കാരണം ആ ഒരു ഉദ്ദേശിച്ച തരത്തിലുള്ളൊരു ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ബാക്കി തിയേറ്ററിൽ കാണുക, എല്ലാവരും ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുക. പൈങ്കിളി വൻ വിജയമായി മാറട്ടെ, അതിനെല്ലാവരും സഹകരിക്കാമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫെബ്രുവരി 14 ഞങ്ങളുടെ സിനിമ പൈങ്കിളി തിയേറ്ററിൽ എത്താണ്. ടൈറ്റില്, പോസ്റ്റേഴ്സും ട്രെയിലറിലൊക്കെ കണ്ട പോലെ കുറച്ചൊന്ന് മീറ്റർ കുറച്ച് ഹൈ ആയിട്ടുള്ള ഒരു പടമാണ് പൈങ്കിളി. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയിരുന്ന പടം കാണണം. കുറെ പടങ്ങളുടെ കൂടെ ഞങ്ങളുടെ പടം തിയേറ്ററിൽ പോയിരുന്ന കാണണം. കാരണം എല്ലാവരും പടം പോയി കാണുക, തിയേറ്ററിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേക്ക് പടം ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് നായകനാവുന്ന സിനിമ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഉഷാറാക്കി തരണം. താങ്ക് യു. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ആദ്യത്തെ സിനിമയാണ്, ആദ്യമായിട്ട് അഭിനയിക്കുന്ന, ആദ്യമായിട്ട് ക്യാരക്ടർ റോൾ ചെയ്യുന്ന സിനിമയാണ്. എല്ലാവരും വീട്ടിൽ കാണണം, സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഫെബ്രുവരി 14 എല്ലാവരും സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഫെബ്രുവരി 14 റിലീസാവുന്ന പൈങ്കിളി എല്ലാവരും കാണുക, വിജയിപ്പിക്കുക, എല്ലാവരെയും അനുഗ്രഹിക്കുക. താങ്ക് യു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി, ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.